എല്ലാവർക്കും ഗ്ലോബൽ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം. ഗ്രീൻ ഗ്ലോബലാണ് നമ്മൾ ഇങ്ങോട്ട് മാറിയത്. ഗ്രീൻ ഗ്ലോബലായിരുന്നപ്പോൾ നമ്മൾ നിരവധി വിഷയങ്ങൾ ചെയ്തിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥരുടെ DA സംബന്ധിച്ച് ചെയ്തിരുന്നു. അത് അവസാനം ഒരു ഗഡുവും കൊടുക്കില്ല എന്നൊരു സ്ഥിതിയിലേക്ക് വന്നു. പിന്നെ അത് 2 ഗഡുവായി. പിന്നെ അവസാനം കരഞ്ഞ് ഒരു ഗഡു കൊടുത്തു. എന്തായാലും ഒരു ഗഡു കൊടുത്തു, ഓണമല്ലേ. പിന്നെ ഓണ സമയത്തായതുകൊണ്ട് ബാക്കി ഒരുപാട് ആളുകൾക്ക് പണം കൊടുക്കേണ്ട ബാധ്യതയുള്ളൊരു സമയമാണ്. അതുകൊണ്ട് പിന്നെ സർക്കാരിനെ നമുക്ക് അങ്ങനെ കുറ്റപ്പെടുത്താനും ആവില്ല, കാരണം മറ്റ് സ്കീമൻ പോലെയല്ല. പക്ഷേ എന്തിനീട്ടി 2-3 വർഷം കൊണ്ട് ഇത്രയും കാലം നീട്ടി വലിച്ചുകൊണ്ട് പോയി എന്നതിന് ഉത്തരം സർക്കാരിനുമില്ല, സർവീസ് സംഘടനകൾക്കുമില്ല. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കോൺട്രിബ്യൂട്ടറി പെൻഷനെ സംബന്ധിച്ച്, പങ്കാളിത്ത പെൻഷനെ സംബന്ധിച്ച് ഒരു പച്ചക്കള്ളം ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ട്. അതായത് അഷ്വേർഡ് പെൻഷൻ നൽകും. കേന്ദ്ര ഗവൺമെൻറ് കോൺട്രിബ്യൂട്ടറി പെൻഷൻ റെഗുലേറ്ററി അതോറിറ്റിയും കൊണ്ടുവന്ന കോൺട്രിബ്യൂട്ടറി പെൻഷൻ 2013 ഉമ്മൻചാണ്ടി നടപ്പിലാക്കി. അപ്പോൾ അതിനുശേഷം ജോലിയിൽ കയറുന്നവർക്ക് പങ്കാളിത്ത പെൻഷനാണ്. പങ്കാളിത്ത പെൻഷനിൽ ഒരുപാട് അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും വന്നു. അപ്പോൾ ഈ ഗവൺമെൻറ് പറഞ്ഞു, LDF ഗവൺമെൻറ് പറഞ്ഞു, അഷ്വേർഡ് പെൻഷൻ തരാം. അപ്പോൾ ഒരു മിനിമം പെൻഷൻ അഷ്യൂർ ചെയ്യും. അതാണല്ലോ അഷ്വേർഡ് പെൻഷൻ. പെൻഷൻ ഉറപ്പാക്കൽ പദ്ധതി നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. 2023-24 ബഡ്ജറ്റിലും പറഞ്ഞു, 24-25 ബഡ്ജറ്റിലും പറഞ്ഞു. ഒന്നും സംഭവിച്ചില്ല. എന്നിട്ട് അവർ ഒരു കള്ളം പറഞ്ഞു, പച്ചക്കള്ളം പറഞ്ഞു സർവീസ് ഉദ്യോഗസ്ഥരോട്. പക്ഷേ ഇത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്ന സെക്രട്ടേറിയറ്റ് ഇടതുപക്ഷ യൂണിയനുകളുണ്ട്, അസോസിയേഷനുകളുണ്ട്, KGO ഉണ്ട്, NGO യൂണിയനുണ്ട്. ഇതൊന്നും അറിയാത്ത കുറേ, കാരണം ഭരണപക്ഷത്തല്ലാത്തതുകൊണ്ട് ഇതൊന്നും അറിയത്തില്ലോ. അതോ അറിഞ്ഞിട്ടും പ്രതികരിക്കാത്ത NGO അസോസിയേഷനും ഒക്കെ ഉണ്ട് ഇവിടെ. എല്ലാവരും ഉണ്ട് ഇവിടെ. NGO സംഘമുണ്ട്, എല്ലാവരും, എല്ലാ സംഘടനകളും. ഞാനൊരു സംഘടനയും പേരെടുത്ത് കുറ്റപ്പെടുത്താനോ ആരെങ്കിലും പ്രതിക്കൂട്ടി നിർത്താനോ കുറച്ച് പേരെ വാദിക്കൂട്ടി നിർത്താനോ ഒന്നും ഞാനാളല്ല, ഞാൻ ന്യായാധിപനൊന്നുമല്ലല്ലോ. പക്ഷെ എല്ലാവരും ഉറക്കമായിരുന്നു. അപ്പോഴാണ് ധനകാര്യ വകുപ്പ് പറഞ്ഞ് ഞങ്ങൾ കേന്ദ്രത്തിലേക്ക് എഴുതിയിട്ടുണ്ടെന്ന്. പക്ഷെ അത് വിവരാവകാശ നിയമം വഴി രേഖകൾ പുറത്തു വരുന്നത് പച്ചക്കള്ളമാണ്. അങ്ങനെ ആർക്കും ഒരു ലെറ്റർ ഒന്നും എഴുതിയിട്ടില്ല. അപ്പോൾ ധനകാര്യ വകുപ്പ് വലിയ കൊടിയ പാവമാണ് ചെയ്യുന്നത്. എന്താണ് ഇവിടെ ചെയ്യുന്നത് ഓരോ ആളുകളെക്കുറിച്ചൊക്കെ? ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുകയാണ്, പച്ചയ്ക്ക് പറ്റിക്കുകയാണ്. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് DA കൊടുത്തിട്ട് 9ഓളം DA പെൻഡിങ് വന്നപ്പോഴാണ് ഒരെണ്ണം കൊടുത്തത്. പക്ഷേ അതിനെക്കുറിച്ച് ഞങ്ങൾ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെയും വന്ന് ന്യായീകരണ തൊഴിലാളികൾ ക്യാപ്സ്യൂൾ ഇറക്കുകയാണ്. കേന്ദ്രം തന്നോടോ, വീട്ടിൽ കഞ്ഞീര കാര്യം പറയുമ്പോൾ അപ്പുറത്ത് കുടിച്ചാടോ, നാട്ടുകാർ കുടിച്ചാടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിരുന്ന് വേണ്ട ബഹളമാണ്. ഇപ്പോൾ ഓണാഘോഷം നടത്തുകയാണ്. കഴിഞ്ഞ ദിവസം സ്വരാജ് ഭവനിൽ 2 ദിവസത്തെ ഓണാഘോഷം നടത്തിയത്. ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. അങ്ങോട്ട് ഓണാഘോഷത്തിൻ്റെ പ്രളയമായിരിക്കും. നമ്മളെല്ലാം അതിൻ്റെ പിറകിലാണ്. പക്ഷേ സർവീസ് സംഘടനകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സർക്കാർ സംവിധാനം അനുദിനം അട്രാക്റ്റീവ് അല്ലാത്ത രീതിയിൽ അനാകർഷകമായി മാറിക്കൊണ്ടിരിക്കുന്നു. ലീവ് സറണ്ടറില്ല. ഏൺഡ് ലീവിന് ഇപ്പോൾ പോകാൻ പോകുന്നു. കമ്മ്യൂട്ടർ ലീവ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. അങ്ങനെ വലുതും ചെറുതുമായ ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് പോകുന്നത്. ഇതിനിടയിലാണ് ഈ കള്ളങ്ങളിലൂടെ പറയുന്നത്. അപ്പോൾ വിവരാവകാശ പ്രകാരം ഈ രേഖ പുറത്ത് വന്നില്ലായിരുന്നെങ്കിൽ എന്ത് പറഞ്ഞേനെ? സർക്കാർ കത്തെഴുതിയിരിക്കുന്നു. സഹാക്കളൊക്കെ എല്ലാവരും പ്രസംഗിക്കും, നമ്മൾ കേന്ദ്രത്തിന് കത്തെഴുതിയിരിക്കുകയാണ്, കേന്ദ്രം മറുപടി തരാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാം റെഡിയാക്കുമെന്ന് പറയും. ഒരു കാര്യമില്ല. കേന്ദ്രം അവരുടേതായ നവ ലിബറൽ നയങ്ങൾ അവരെന്തൊക്കെ കാലാകാലങ്ങൾ ചെയ്യണോ അവരത് ചെയ്യും. ഈ നയങ്ങൾ നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് ആഗോളവൽക്കരണത്തിൻ്റെയൊക്കെ ഭാഗമായി നടപ്പിലാക്കണമെന്ന് പറഞ്ഞ് വേൾഡ് ബാങ്കും IMFഉം ADB ഒക്കെ ശക്തമായി രാജ്യത്തുണ്ട്. നമ്മളും അതിശക്തമായി ലോൺ എടുക്കുന്നവരാണ്. അപ്പോൾ ഈ റിഫോംസ് എല്ലാം വരും. പക്ഷേ പങ്കാളിത്ത പെൻഷനെ സംബന്ധിച്ചുള്ള ഒരു തട്ടിപ്പ്, ഒരു നിഗൂഢതയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതുപോലെ ആളുകളെ പറ്റിക്കുകയാണ്. പിന്നെ ഉദ്യോഗസ്ഥർക്കും ഇതൊക്കെ മതി എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് TJ വിളിക്കാം, നമുക്ക് സമരം ചെയ്യാം. നമുക്കെല്ലാവർക്കും ഓണാഘോഷത്തിൻ്റെ അത്തപ്പൂക്കളം, തിരുവാതിര, സ്ത്രീകൾക്ക് തിരുവാതിര, പുരുഷന്മാർക്ക് വടംവലിയൊക്കെ വരികയാണ്. എല്ലാവരും ഷൂട്ടായി റെഡിയായി നമുക്കതിലേക്ക് പോകാം. പിന്നെ സദ്യയുണ്ട് കേട്ടോ, കഴിച്ചിട്ടേ പോകാവൂ.